ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഡ്രൈവിങ്ങിലെ ഒരു ഡൗട്ടാണ് വളവുകളിൽ ഏത് ഗിയറാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളൊരു ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് ഗിയർ ഉപയോഗിക്കണം. പല ആൾക്കാർക്ക് ഇതൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി വന്ന ഗിയറിൽ പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ അത് വലിയ അപകടങ്ങൾ ഡ്രൈവിങ്ങിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ക്ലിയറായി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളവുകൾ വ്യത്യസ്തമാണ്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള വളവുകളാണ് നമുക്ക് റോഡിൽ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ വളവുകളിൽ ഏത് ഗിയർ ഇടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ വരുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നെ വളവുകൾ എന്ന് പറയുന്നത് നമുക്ക് നിരപ്പായിട്ടുള്ള റോഡിൽ വളവുകൾ കാണാം, ഇറക്കത്തോട് കൂടിയ റോഡുകളിൽ വളവുകൾ കാണാം, കയറ്റത്തോട് കൂടിയ റോഡുകളിൽ വളവുകൾ കാണാം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ വരുന്ന വാഹനത്തിൻ്റെ വേഗതയും വരുന്ന ഗിയറും നോക്കിക്കൊണ്ടാണ് ഏത് ഗിയർ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്നത് ഒരു തേർഡ് ഗിയറിലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, തേർഡ് ഗിയറിൽ പോകുന്നു, ഒരു 35 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡാണ്, നല്ല സ്ട്രെയിറ്റ് റോഡല്ല, അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡാണ്. അപ്പം മുന്നിലായിട്ട് നമ്മൾ കാണുന്നത് ഒരു ചെറിയ വളവാണെങ്കിൽ, അതായത് ചെറിയൊരു നമ്മളിങ്ങനെ നിരപ്പ് റോഡിൽ പോകുന്നു, ഒരു ചെറിയൊരു വളവാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കൊന്ന് ആക്സിലറേഷൻ കുറച്ച് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് നമുക്ക് പതിയെ, ഇപ്പോൾ ഇടത്തോട്ട് ഉള്ള ഒരു വളവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചുകൊണ്ട് വണ്ടിയുടെ വേഗത കുറച്ച് നമുക്ക് വളവ് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് വളവ് നിവർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് പോകാൻ കഴിയും. ഇത് ചെറിയൊരു വളവിലെ കാര്യമാണ് പറയുന്നത്. എന്നാൽ തേർഡ് ഗിയറിൽ പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ നല്ലൊരു വളവ് കാണുകയാണ്. അതായത് ഇങ്ങനെ നിരപ്പ് റോഡിൽ നമ്മൾ പോകുന്നു, നല്ലൊരു ടേൺ കാണുകയാണ്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നതിനോടൊപ്പം നല്ല വളവാണ് നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് നമ്മൾ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ, നല്ല വളവാണെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വാഹനത്തിൻ്റെ വേഗത കുറച്ച് വേണം നമ്മൾ വളവെടുക്കാനായിട്ട്. കാരണം എന്താണ്, വളവിൻ്റെ അളവ് കൂടുതലാണ്, നല്ല തിരിവാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്ത് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ഒരു നിരപ്പ് റോഡിൽ പോകുന്നു, ഒരു നിരപ്പ് റോഡിൽ പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷനിലേക്കുള്ള ഒരു ടേണാണ് നമ്മൾ എടുക്കുന്നത്, ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക്. അവിടെ നമ്മൾ തീർച്ചയായിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാൽ പോരാ, അവിടെ നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ആ ഒരു തിരിവെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ആ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സ്ട്രെയിറ്റ് റോഡിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ നല്ല വീതി കൂടിയ റോഡും നല്ല നിരപ്പ് റോഡിലുമാണ് നമ്മൾ വണ്ടിയായിട്ട് പോകുന്നത്, ഒരു 4ാമത്തെ ഗിയറിലാണ് പോകുന്നതെങ്കിൽ മുന്നിൽ കാണുന്ന ഒരു വളവ് ചെറിയ വളവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ചെറിയ വളവാണെങ്കിൽ 4th ഗിയറിൽ വീശാൻ പാടില്ല. കൃത്യമായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇട്ട് മാത്രമേ ആ ഒരു വളവ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം ചെറിയ വളവാണെന്ന് കരുതി നമ്മൾ 4th ഗിയറിൽ പോകാൻ ശ്രമിച്ചാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടിയുടെ വേഗത കുറയും. അങ്ങനെയുള്ള വളവുകൾ ഗിയർ ഡൗൺ ചെയ്യാതെ 4th ഗിയറിലാണ് നമ്മൾ തിരിയുന്നതെങ്കിൽ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. വണ്ടി മുന്നോട്ട് പോകുന്നതിന് അനുസരിച്ച് ഒരു വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് നിങ്ങൾ വളവ് എടുക്കാതെ 4th ഗിയറിൽ പോകുന്ന സന്ദർഭങ്ങളിൽ. ഓക്കെ, ഇനി നമ്മൾ ഒരു വാഹനമായിട്ട് ഓടിച്ചു പോകുന്ന ഒരു കയറ്റത്തോടു കൂടിയ ഒരു വളവാണ് നമ്മൾ തിരിയുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കയറ്റം കയറി പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല കയറ്റമാണെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഗിയറോ ഫസ്റ്റ് ഗിയറോ ഒക്കെ കൊടുത്തായിരിക്കും നമ്മൾ കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വളവുകൾ നമ്മളൊരു കയറ്റം കയറി പോകുന്നു, അപ്പോൾ മുന്നിലായിട്ട് ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കയറ്റം നമ്മൾ കയറി പോകുന്നു, അപ്പോൾ മുന്നിലായിട്ട് നല്ലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലാണെങ്കിൽ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രം വളവ് തിരിയാനായിട്ട് ശ്രമിക്കുക. അതായത് നല്ല കയറ്റത്തുണ്ടാകുന്ന വളവുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ നമ്മൾ ചെറിയൊരു കയറ്റത്താണ് കയറി പോകുന്നത്, ഒരു തേർഡ് ഗിയറിൽ കയറി പോകുന്നു, ചെറിയൊരു വളവ് നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വളവ് ഈസി ആയിട്ട് തന്നെ കയറി പോകാനായിട്ട് കഴിയും. എന്നാൽ തീർത്തും വാഹനം സ്ലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്, ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി കയറുന്നില്ല, മുന്നിലൊരു വളവ് കണ്ടാൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ആ വളവ് തിരിയാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇറക്കത്തോടു കൂടിയ റോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്, അവിടെ വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇറക്കത്തോടു കൂടിയ റോഡിലാണ് വരുന്നതെങ്കിൽ 4ാമത്തെ ഗിയറിലാണ് നമ്മൾ വരുന്നത്, മുന്നിലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. വന്ന ഗിയറിൽ ഇറക്കങ്ങളിൽ വളവ് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് നമ്മുടെ കൺട്രോളിൽ വണ്ടി കിട്ടത്തില്ല.
ഓക്കെ, നമ്മുടെ വണ്ടി കൺട്രോൾ കിട്ടാതെ വരുന്ന സമയത്ത് വണ്ടി മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യങ്ങളിൽ ഇറക്കത്തോട് കൂടിയ റോഡിൽ വരുമ്പോൾ കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഫോർത്തിലാണെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഇട്ട് മാത്രമേ നിങ്ങൾ വളവെടുക്കാവുള്ളൂ. തേർഡ് ഗിയറിലേക്ക് വരുമ്പോൾ തന്നെ വാഹനത്തിന് അത്യാവശ്യം ചെറിയൊരു പിടുത്തം നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടി നമ്മൾ പോകുന്ന സമയത്തും നല്ലൊരു ടേണാണ്, ഇറക്കം കൂടിയ റോഡാണ്, നല്ലൊരു ടേൺ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ വരുവാണ്, നല്ല ടേൺ ഇറക്കം കൂടിയതാണെങ്കിൽ തേർഡിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. അങ്ങനെ വളവെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വരുന്ന വളവ് നല്ല ഒരു തിരിവ് വരുവാണ്, അതായത് നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നല്ല തിരിവ് ഇറക്കത്തോട് കൂടിയ റോഡ് നമ്മൾ തിരിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക, ബ്രേക്ക് കാല് വരിക, സമയത്ത് നമുക്ക് ഇടയ്ക്ക് ക്ലച്ചും താങ്ങേണ്ടി വരും. അതായത് വണ്ടി തീർത്തും സ്ലോ ആകുന്ന സന്ദർഭത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ നമ്മൾ ചിലപ്പോൾ ക്ലച്ച് താങ്ങേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ബ്രേക്കേ തന്നെ ഫസ്റ്റ് ഗിയറിൽ വന്ന് തിരിഞ്ഞു പോകാനായിട്ട് കഴിയും. അപ്പം വളവിനെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഹമ്പിൽ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്? ഹമ്പിലും ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിരപ്പ് റോഡിൽ ഒരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഫോർത്തിലാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ വാഹനത്തിൻ്റെ വേഗത കുറച്ച് തേർഡ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ ചെറിയ ഹമ്പൊക്കെ ആണെങ്കിൽ നിരപ്പ് റോഡിൽ കാണുന്നതാണെങ്കിൽ പതിയെ കയറി നമുക്ക് ഇറങ്ങി പോകാനായിട്ട് കഴിയും. എന്നാൽ ചില റോഡുകളിൽ നമ്മൾ പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഫോർത്തിലാണെങ്കിൽ നമ്മളിത് തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അത് അത്രയും സേഫ് ആകില്ലെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സംശയം നമ്മുടെ മൈൻഡിൽ തോന്നിയാൽ കൃത്യമായിട്ട് നമ്മൾ തേർഡ് ആദ്യം ഒന്ന് കൊടുക്കുക, എന്നിട്ട് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഹമ്പ് കയറി പോകാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം ചെറിയ ഹമ്പുകളൊക്കെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ കയറി പോകാനായിട്ട് സാധിക്കും. എന്നാൽ ചില റോഡുകളിൽ ഈ ഹമ്പുകളുടെ വലിപ്പം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് പോകേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഹമ്പുകൾ ഡിഫറെൻ്റ് ആണ്. നമുക്ക് സ്പീഡ് ഹമ്പ് കാണാം, സ്പീഡ് ബമ്പ് കാണാം, സ്പീഡ് ടേബിൾ കാണാം. അതായത് ഒരു ടേബിൾ പോലെ മാതൃകയിൽ നേരെ ദൂരെ കാണുന്ന ഹമ്പുകളുണ്ട്. അത് സ്പീഡ് ടേബിൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ടേബിൾ പോലെ കിടക്കും, അവിടെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.